ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് വ്യത്യസ്തമായ ഒരു മൂവിയാണ്. മൂവിയിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. മൂവിയുടെ തുടക്കത്തിന് കാണിക്കുന്നത് ചെറിയൊരു കഥയാണ്. വർഷങ്ങൾക്ക് മുമ്പ് രാജാക്കന്മാരൊക്കെ ജീവിച്ചിരുന്ന ആ ഒരു കാലം ഉണ്ടല്ലോ, ആ ഒരു കാലത്ത് ചിത്തജയപുരം എന്ന് പറയുന്ന ഒരു ഗ്രാമം ഉണ്ടായിരുന്നു. 3 വർഷമായിട്ട് ആ ഗ്രാമത്തിൽ മഴ പെയ്യുന്നില്ല. കൃഷിയൊന്നും ഇല്ലാതെ പട്ടിണി കാരണം ആൾക്കാരാണെങ്കിൽ മരിച്ചു വീഴുകയാണ്. അവസാനം ഒരു മഹർഷി വന്ന് രാജാവിനോട് പറയുന്നുണ്ട്, ഭൂമി നമുക്ക് എന്തെങ്കിലും തരുമ്പോൾ തിരിച്ച് ഭൂമിക്ക് എന്തെങ്കിലും നമ്മൾ തിരിച്ചു കൊടുക്കണ്ടേ എന്ന്. എന്നാൽ മാത്രമേ ഇവിടെ മഴയൊക്കെ ലഭിക്കൂ എന്ന്. അതുകൊണ്ട് തന്നെ ഇവിടെ മരിച്ചു വീഴുന്ന ആൾക്കാരെ എല്ലാം തന്നെ ഈ ഗ്രാമത്തിന്റെ വടക്കു ഭാഗത്ത് അടക്കം ചെയ്യണം. ഒടുവിൽ അയാൾ പറഞ്ഞ പോലെ തന്നെ രാജാവാണെങ്കിൽ അത് ചെയ്ത ശേഷമാണ് ഇവിടെ മഴ പെയ്യാൻ തുടങ്ങിയത്. കാലങ്ങൾ വീണ്ടും കടന്നു പോയപ്പോൾ ആൾക്കാരാണെങ്കിൽ ഇതിനെപ്പറ്റി മറന്നുപോയി. വീണ്ടും അവിടെ മഴ പെയ്യാതെയായി. അതോടെ ജനങ്ങൾ വീണ്ടും ആൾക്കാരെ തന്നെ വടക്കു ഭാഗത്ത് അടക്കം ചെയ്യാൻ തുടങ്ങി. പിന്നീട് അത് അങ്ങോട്ട് കാലങ്ങളായിട്ട് അവരാണെങ്കിൽ അനുഷ്ഠിച്ചു പോയിരുന്നു. ആരെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ ആ ഗ്രാമത്തിന്റെ വടക്കു ഭാഗത്ത് അടക്കം ചെയ്യും. അങ്ങനെ രാജാവിന്റെ കാലമൊക്കെ കടന്നുപോയി. ഇവിടെയുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ വേറെ എവിടേക്കൊക്കെയോ പോയി. കുറെ കാലങ്ങൾക്ക് ശേഷം കുറച്ച് ആൾക്കാരാണെങ്കിൽ ഈ ഗ്രാമത്തിലേക്ക് വീണ്ടും വന്ന് താമസമായി. കേട്ടുമറന്ന കഥകളൊക്കെ കാരണം ഇവരും ആ ഗ്രാമത്തിന്റെ വടക്കു ഭാഗത്താണ് ആരെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ അടക്കം ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ നമ്മുടെ മൂവിയിൽ ഒരു ഗ്രാമത്തലവൻ മരിക്കുകയാണ്. അയാളെയും ആ ഗ്രാമത്തിന്റെ വടക്കു ഭാഗത്തുള്ള ശവപ്പറമ്പിലേക്കാണ് അടക്കം ചെയ്യാൻ വേണ്ടി കൊണ്ടുവരുന്നത്. ഗ്രാമത്തലവൻ ആയതുകൊണ്ട് തന്നെ വലിയൊരു കല്ലൊക്കെ അയാൾക്ക് വേണ്ടിയിട്ട് സ്ഥാപിച്ചിട്ടുണ്ട്. ഈ കല്ലാകട്ടെ അയാളുടെ ജനനവും മരണവും ഒക്കെ അങ്ങനെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ അതിന് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അയാളുടെ മരണത്തിൽ വിഷമിച്ചു നിൽക്കുന്ന അയാളുടെ ഭാര്യയും മകളെയും കാണാൻ പറ്റും. ഇവളുടെ പേരാണ് അപൂർവ. ഇവളാണ് നമ്മുടെ മൂവിയിലെ നായിക. കൂടാതെ ആ ഗ്രാമത്തിലെ 2 പണക്കാരായ വ്യക്തികളെ നമ്മളെ കാണിക്കുന്നുണ്ട്. ഇയാളുടെ പേര് ഭീമയ്യ എന്നും ഇയാളുടെ പേര് മധുബാബു എന്നാണ്. ഗ്രാമത്തിന്റെ അധികാരം തങ്ങളുടെ കയ്യിൽ വരണമെന്ന് ആഗ്രഹിക്കുന്ന 2 വ്യക്തികളായിരുന്നു ഇവര്. എന്നാൽ കാലങ്ങളായിട്ട് ഗ്രാമത്തലവനാകുന്നത് ഒരേ ഒരു കുടുംബത്തിലുള്ള ആൾക്കാരായിരുന്നു. തലമുറകളായിട്ട് ഇങ്ങനെ പിന്തുടർന്നു കൊണ്ടുവരുന്നു. ഇപ്പൊ നമ്മുടെ അപൂർവയുടെ അച്ഛൻ മരിച്ച കാരണം അവളാണ് ഇനി അടുത്ത ഗ്രാമത്തലവയായിട്ട് വരുന്നത്. ആ ഗ്രാമത്തിൽ മരിക്കുന്ന ആൾക്കാരെല്ലാം തന്നെ ആ ശവപ്പറമ്പിൽ അടക്കം ചെയ്യുന്നത് ചിന്ന എന്ന് പറയുന്ന ഇയാളായിരുന്നു. അവന്റെ അച്ഛനും അപ്പൂപ്പനും എല്ലാം തന്നെ ഇതേ ജോലി തന്നെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ട് അവനും ഈ ഒരു ജോലി ചെയ്യാൻ വേണ്ടി തുടങ്ങി. അവന്റെ കൂടെ ഇരിക്കുന്ന ഈ ഒരു വ്യക്തിയാണ് അടക്കം ചെയ്യുമ്പോൾ കല്ലുകളെല്ലാം തന്നെ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ഇവിടെ ആൾക്കാർ മരിച്ചെങ്കിൽ മാത്രമേ ഇവർക്ക് 2 പേർക്കും ജോലിയും കാശും ഉള്ളൂ. നമ്മുടെ ചിന്നയുടെ അമ്മയ്ക്ക് സുഖമില്ലായിരുന്നു. അവർക്ക് വല്ലാതെ ചുമയുണ്ട്. എപ്പോൾ വേണമെങ്കിലും മരിക്കാവുന്നൊരു കണ്ടീഷനാണ്. അവരെപ്പോഴും തന്റെ മകനോട് പറയും, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ ആ ശവപ്പറമ്പിൽ തണലുള്ള മരത്തിന് താഴെ എന്നെ അടക്കം ചെയ്യണമെന്ന്. ഇവിടെ നമ്മുടെ അപൂർവയാകട്ടെ ഗ്രാമത്തലവയായിട്ട് തന്റെ ഭരണം ഏറ്റെടുക്കാൻ വേണ്ടി പോവുകയാണ്. എന്നാൽ അവൾക്കാണെങ്കിൽ അതിലൊന്നും തന്നെ വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. പക്ഷെ എന്ത് ചെയ്യാനാ, അവളുടെ അവസ്ഥ അതായിപ്പോയി. പേടിച്ചാണ് ആൾക്കാരുടെ അടുത്തേക്ക് അവൾ ചെല്ലുന്നത്. എല്ലാവരും അവളെ കളിയാക്കാൻ തുടങ്ങി. അവൾ എടുക്കുന്ന ഓരോ പ്രതിജ്ഞയും പോലും പല തെറ്റുകളും വരുന്നുണ്ടായിരുന്നു. ഇവളെ കൊണ്ടൊന്നും ഇതൊന്നും നടത്തിക്കൊണ്ട് പോകാൻ പറ്റില്ല എന്ന് ഭീമയും മധുബാബും കളിയാക്കുന്നു. 2 പേരുടെ മനസ്സിലും അടുത്തിടെ നടക്കാൻ വേണ്ടി പോകുന്ന ഗ്രാമസഭാ മീറ്റിംഗിലാണെങ്കിൽ ഇവളോട് കുറെ ചോദ്യങ്ങളൊക്കെ ചോദിച്ചിട്ട് ഇവളെ ബുദ്ധിമുട്ടിച്ച് ഈ സ്ഥാനത്ത് നിന്നും അവളായിട്ട് തന്നെ ഒഴിഞ്ഞു പോകുന്ന രീതിയിൽ അവളെ എത്തിക്കണമെന്നായിരുന്നു. ഇവിടെ നമ്മുടെ ചിന്നയാകട്ടെ അമ്മ പറഞ്ഞ പ്രകാരം നല്ലൊരു സ്ഥലം അന്വേഷിച്ച് ആ ഒരു ശവപ്പറമ്പിൽ തന്നെ നടക്കുകയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന അവനാകട്ടെ വല്ല ടെൻഷൻ ആകുന്നുണ്ട്. അങ്ങനെ ഒടുവിൽ ഗ്രാമസഭ കൂടുന്ന സമയമെത്തി. ആരും പ്രത്യേകിച്ച് ചോദ്യങ്ങളൊന്നും ചോദിച്ച് കുഴപ്പമില്ല എന്ന് പ്രതീക്ഷിച്ചിരുന്ന അപൂർവയുടെ ആ ഒരു വിശ്വാസമെല്ലാം തന്നെ തെറ്റിച്ചുകൊണ്ട് മധുബാബുവിന്റെ ഭീമയുടെ ആൾക്കാർ ഓരോരോ ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങി. ഒരാൾ അവളോട് ചോദിക്കുന്നുണ്ട്, നമ്മുടെ നാട്ടിലെ തക്കാളിക്ക് തീരെ വില കിട്ടുന്നില്ല, എന്താ ഒരു പരിഹാരം എന്ന്. അവൾ ആദ്യം ഒന്ന് പേടിച്ചു. പിന്നീടാണ് അവളുടെ അച്ഛൻ അവളോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ അവൾക്ക് ഓർമ്മ വരുന്നത്. ഇങ്ങനെയൊക്കെ ആരെങ്കിലും ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ആ കാര്യത്തെ എവിടെയും നടക്കുന്ന യുദ്ധമായിട്ടൊക്കെ ബന്ധപ്പെടുത്തി അങ്ങ് പറഞ്ഞാൽ മതി. അപ്പോൾ അവൾ പറയുന്നുണ്ട്, ഇറാഖിൽ യുദ്ധം നടക്കുകയാണ്, നമ്മുടെ തക്കാളിയല്ലേ ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് കയറ്റുമതി ചെയ്യുന്നത്, ആ ഒരു യുദ്ധം തീരാതെ നമുക്ക് തക്കാളിക്ക് വില കിട്ടാൻ പോകുന്നില്ല, കയറ്റുമതി എല്ലാം തന്നെ നിർത്തി വെച്ചിരിക്കുകയാണ്. അങ്ങനെ അവർ ചോദ്യം ചെയ്ത പല ചോദ്യങ്ങൾക്കും അച്ഛൻ പറഞ്ഞു കൊടുത്ത രീതിയിൽ അങ്ങും ഇങ്ങ് തൊടാത്ത രീതിയിലാണ് അവൾ മറുപടി പറഞ്ഞ് രക്ഷപ്പെടുന്നത്. പക്ഷെ ഒരാളുടെ ചോദ്യത്തിന് മുന്നിൽ അവൾ ആകെ പകച്ചുപോയി. ആ ചോദ്യം ചോദിച്ചത് നമ്മുടെ ചിന്നയായിരുന്നു. നമ്മുടെ നാട്ടിലെ ശവപ്പറമ്പിന്റെ സ്ഥലം തികയാതെ വന്നിരിക്കുകയാണ്. ഇനി ആകെപ്പാട് 4 പേർക്കുള്ള സ്ഥലം മാത്രമേ ഉള്ളൂ. ഇനി ആൾക്കാർ മരിച്ചു കഴിഞ്ഞാൽ എവിടെ കൊണ്ടുപോയി അടക്കുമെന്ന് ചോദിക്കുന്നു. ആ ഒരു ചോദ്യത്തിന് അപൂർവയ്ക്കാണെങ്കിൽ ഉത്തരം ഉണ്ടായിരുന്നില്ല. കാരണം ഇങ്ങനെ ഒരു പ്രശ്നം വരുമെന്ന് അവൾ അവളുടെ മനസ്സിൽ പോലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. 2 ദിവസം എടുത്ത് ഞാൻ പോയിട്ടൊന്ന് നോക്കിയിട്ട് ആലോചിച്ചിട്ട് മറുപടി പറയാമെന്ന് അവൾ പറഞ്ഞിട്ട് ആൾക്കാർ അവിടുന്ന് തടി തപ്പി. അവളെ കൊണ്ടൊന്നിനും കഴിയില്ല എന്ന് വിചാരിച്ചിരിക്കുന്ന ആൾക്കാരെല്ലാം തന്നെ ഇവള് പറയുന്ന മറുപടി കേട്ടിട്ട് ഇവള് നല്ല രീതിയിൽ ഭരണം കാഴ്ചവെക്കുമെന്ന് വിശ്വസിക്കാൻ തുടങ്ങി. എന്നാൽ അതിൽ പേടി തോന്നിയത് ഭീമയ്ക്കും മധുബാബുവിനും ആയിരുന്നു. എങ്ങനെങ്കിലും ഇവിടെ താഴെ ഇറക്കി ആ ഒരു സ്ഥാനം കയ്യേറാനായിരുന്നു അവർ ആഗ്രഹിച്ചത്. ശവപ്പറമ്പിൽ സ്ഥലമില്ലെന്ന് അറിഞ്ഞതോടെ തന്നെ നമ്മുടെ അപൂർവയ്ക്കാണെങ്കിൽ ഓർക്കുമില്ലാതായി. ഇതിനുള്ള പരിഹാരം അവൾ എങ്ങനെ കണ്ടെത്തും? ഈ ഒരു കാര്യം നാട്ടിലെല്ലാവരും അറിഞ്ഞുകൊണ്ട് തന്നെ ആൾക്കാരെല്ലാം തന്നെ മരിക്കാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുകയായിരുന്നു. ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ പോയി ചികിത്സിക്കും. അങ്ങനെ ആൾക്കാരൊന്നും കുറച്ചു നാളായിട്ട് മരിക്കാത്ത കാരണം നമ്മുടെ ചിന്നയ്ക്കാണെങ്കിൽ ജോലിയുമില്ല, അവന്റെ കയ്യിൽ കാശുമില്ല. ആ ഒരു ടൈമിൽ ജനങ്ങൾക്കിടയിൽ മറ്റൊരു ചർച്ചയാണ് നടക്കുന്നത്. ആകപ്പാടെ 4 പേർക്കുള്ള സ്ഥലമല്ലേ ഉള്ളൂ, ആ 4 പേർക്കുള്ള സ്ഥലം ഈ ഗ്രാമത്തിൽ ആർക്കൊക്കെ കിട്ടും? ആദ്യം മരിക്കുന്നവർക്ക് കിട്ടുമെന്ന് ചിന്ന പറയുന്നു. പക്ഷേ അതെങ്ങനെയാണ് ശരിയാവുന്നതെന്ന് അവൻ അമ്മ ചോദിക്കുന്നു. നമ്മൾ കാലങ്ങളായിട്ട് ഈ ശവപ്പറമ്പിൽ ജോലി ചെയ്യുന്നവരാണ്. ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്നെ അവിടെ തന്നെ അടയ്ക്കലും മതി, എനിക്ക് മണ്ണ് വിട്ട് എങ്ങോട്ടും പോകണ്ട, എന്തിനാ ഇപ്പോ മരണത്തെ പറ്റി സംസാരിക്കുന്നതെന്ന് പറഞ്ഞിട്ട് ചിന്നയാണെങ്കിൽ അവൻ അമ്മ വഴക്ക് പറഞ്ഞ് അവിടുന്ന് കൂട്ടിക്കൊണ്ടു പോകുന്നു. ഇവിടെ നമ്മുടെ അപൂർവയാകട്ടെ പുതിയ ശവപ്പറമ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പറ്റിയ സ്ഥലം ഏതെങ്കിലും ഉണ്ടെന്നുള്ള കാര്യം അറിയാൻ വേണ്ടിയിട്ട് ആ ഒരു ഗ്രാമത്തിൽ മാപ്പെടുത്ത് വെച്ച് നോക്കുന്നു. എന്നിട്ട് അവളുടെ അച്ഛന്റെ
സഹായികളായിട്ട് നിന്ന് ആൾക്കാരും കൂട്ടി ഓരോ സ്ഥലത്ത് പോകുന്നുണ്ട്. ആ സ്ഥലങ്ങളൊക്കെ പല ആൾക്കാരുടേതായിരുന്നു. അവരൊന്നും തന്നെ അത് വിട്ടുകൊടുക്കാൻ തയ്യാറാകുന്നില്ല. അതോടെ അവൾക്ക് ഭ്രാന്ത് പിടിക്കുന്ന അവസ്ഥയായി. അങ്ങനെ ആലോചിച്ച് ഒടുവിലാണെങ്കിൽ അവളാണെങ്കിൽ ഇവരോട് കാര്യം പറയുന്നുണ്ട്. എന്തിനാണ് അടക്കം ചെയ്യുന്നത്, ദഹിപ്പിച്ചു കളഞ്ഞാൽ പോരെ എന്ന്. അപ്പോൾ പിന്നെ ഈ സ്ഥലത്തിന്റെ ആവശ്യമൊന്നും വരുന്നില്ലല്ലോ. ഇത് കേട്ടതും ആ 3 സഹായികളും അവളുടെ അടുത്തേക്ക് ഓടി വന്നിട്ട് പറയുന്നുണ്ട് ഒരു കാരണവശാലും അങ്ങനെ പറയാൻ പാടില്ല എന്ന്. കാരണം ഈ ഗ്രാമത്തിൽ ആരും തന്നെ ശവങ്ങൾ ദഹിപ്പിക്കാറില്ല, എല്ലാവരും അടക്കം ചെയ്യുകയാണ് ചെയ്യുന്നത്. അങ്ങനെ പറയുന്നവരെ കൊന്നു കളയുന്ന രീതിയായിരുന്നു പണ്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് മോള് ഒരു കാരണവശാലും നിന്റെ വാ കൊണ്ട് അങ്ങനെ ഒരു കാര്യം പറയുക ചെയ്യരുത്. ഇത് കേട്ടാൽ ആൾക്കാർ നിന്നെ അടിക്കാൻ വേണ്ടി വരും. ഒടുവിൽ പ്രശ്നത്തിന് പരിഹാരം കാണാൻ വേണ്ടിയിട്ട് അപൂർവമാണെങ്കിൽ ചിന്നിയുടെ അടുത്തേക്ക് എത്തുന്നു. അവളാണെങ്കിൽ അവനോട് ഹെൽപ്പ് ചോദിക്കുന്നുണ്ട്. ഈ ഗ്രാമത്തിൽ വയസ്സായിട്ടുള്ള എത്ര പേരുണ്ടെന്ന് എനിക്ക് അറിയണം, അതിൽ ഏറ്റവും അടുത്ത് മരിക്കാൻ സാധ്യതയുള്ള ആൾക്കാരുടെ ലിസ്റ്റ് എനിക്ക് വേണം. അങ്ങനെ ചിന്നയും സുഹൃത്തുക്കളെല്ലാം ചേർന്നിട്ട് ആ ഗ്രാമത്തിൽ മുഴുവൻ സഞ്ചരിച്ച് മരണം കാത്തു കിടക്കുന്ന ആൾക്കാർ ആരൊക്കെയാണെന്നുള്ള കാര്യം കണ്ടുപിടിക്കുന്നു. അങ്ങനെ 8 പേരുണ്ടായിരുന്നു. ആ 8-ൽ അവന്റെ അമ്മയും ഉണ്ടായിരുന്നു. കാരണം അവർക്കാണെങ്കിൽ തീരെ സുഖമില്ലല്ലോ. അങ്ങനെ ആ ലിസ്റ്റ് അവൻ അപൂർവയുടെ കയ്യിൽ കൊടുക്കുന്നു. അങ്ങനെ അവള് ഒരു മീറ്റിംഗ് ഒക്കെ വിളിച്ചു കൂട്ടി. നമ്മുടെ ഗ്രാമത്തിൽ ഇനി മരിക്കാൻ ചാൻസ് ഉള്ളത് 8 പേരാണ്. ശവപ്പറമ്പിൽ ബാക്കിയുള്ളത് 4 പേർക്കുള്ള സ്ഥലവുമാണ്. അപ്പോൾ ആ 4 പേർക്കുള്ള സ്ഥലം ആർക്കും കിട്ടുമെന്ന് മധുബാലു ചോദിക്കുന്നു. ആർക്കായിരിക്കും പ്രയോറിറ്റി എന്ന്. എന്നാലും അപൂർവ പറയുന്നുണ്ട് പ്രയോറിറ്റിയുടെ കാര്യം എന്തിനാണ് ഇവിടെ സംസാരിക്കുന്നതെന്ന്. അത് ആരാണോ മരിക്കുന്നത് അവർക്ക് കിട്ടും. എന്നാൽ ഇത് കേട്ടത് ഭീമയ്യ പറയുന്നുണ്ട് ഇത് ശരിയാവില്ല എന്ന്. ആ ഒരു 8 പേരുടെ കൂട്ടത്തിൽ എന്റെ പേര് കൂടി ചേർത്തോ എന്ന്. കാരണം ഞാനാണെങ്കിൽ കാലങ്ങളായിട്ട് ഇവിടെ ജീവിക്കുന്ന ഒരാളാണ്. എന്റെ ശവം ഈ മണ്ണിൽ തന്നെ അടക്കിയാൽ മതി, വേറൊരിടത്ത് അടക്കണ്ട എന്ന് അയാൾ പറയുന്നു. അങ്ങനെ ആ ഒരു ലിസ്റ്റിൽ അയാളുടെ പേര് കൂടി ചേർക്കുന്നു. അയാൾ അങ്ങനെ പറഞ്ഞുകൊണ്ട് തന്നെ മധുബാബുവും അങ്ങനെ തന്നെ പറയാൻ തുടങ്ങി. അങ്ങനെ ഓരോരുത്തരായിട്ട് എഴുന്നേറ്റ് ഓരോന്നായിട്ട് ഇങ്ങനെ പറയാൻ തുടങ്ങി. അവസാനം അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കമായി, അടിയായി, ബഹളമായി. ഭ്രാന്ത് പിടിച്ച് അവൾ വീണ്ടും ചിന്നയോട് ചോദിക്കുന്നുണ്ട് എന്താണ് അതിനൊരു പരിഹാരമെന്ന്. ഈ ടെൻഷൻ അടിക്കാതിരിക്കെ എന്തെങ്കിലും ഒരു വഴി കാണുമെന്ന് അവൻ പറയുന്നുണ്ട്. എനിക്ക് ശരിക്കും എന്നെ ഓർമ്മയില്ല എന്ന് അവനാണെങ്കിൽ അവളോട് ചോദിക്കുന്നു. നമ്മൾ പണ്ട് ഒരേ ക്ലാസ്സിലായിരുന്നു പഠിച്ചിരുന്നത്. ഞാൻ 4ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ, അതിനുശേഷം പഠിപ്പ് നിർത്തി. അല്ലെങ്കിൽ ഞാൻ നിന്നെ പോലെ ഡിഗ്രി ഒക്കെ എടുത്തേനെ. നിനക്ക് പറ്റുമെങ്കിൽ എനിക്കൊരു സഹായം ചെയ്യും. അമ്മ മരിക്കുമ്പോൾ ആ പറമ്പിൽ തന്നെ അടയ്ക്കാൻ വേണ്ടിയിട്ട് നീ എന്തെങ്കിലും ഒരു വഴി കാണും. എന്നാൽ അവള് പറയുന്നുണ്ട് നീ മറ്റുള്ളവരെ പോലെ ഇങ്ങനെ തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് ശരിയാവുന്നത്. പക്ഷെ അവൻ പറയുന്നുണ്ട് നീ എന്നെ മറ്റുള്ളവരെ പോലെ കാണണ്ട. കാരണം കാലങ്ങളായിട്ട് ആ ശവപ്പറമ്പിൽ ശവം അടക്കുന്നത് ഞങ്ങളാണ്, ഞങ്ങളുടെ കുടുംബക്കാരാണ്. അങ്ങനെയുള്ള ഞങ്ങൾക്കെങ്കിലും അവിടെ ഒരു ഇതിന് മണ്ണ് കിട്ടണ്ടേ. ഞാൻ 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് എന്റെ അച്ഛൻ മരിച്ചത്. അത് കാരണം എന്റെ പഠിപ്പ് നിന്നു. കാരണം അച്ഛൻ ഇത്രയും കാലം ചെയ്തുകൊണ്ടിരുന്നത് ആ ഒരു ശവം അടക്കുന്ന ജോലിയായിരുന്നു. അത് പിന്നീട് എനിക്ക് ഏറ്റെടുക്കേണ്ടി വന്നു. നമ്മുടെ ഈ നാട്ടിലെ കൂടുതൽ ആൾക്കാരും അങ്ങനെയാണ്. തലമുറകളായിട്ട് എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് അടുത്ത തലമുറയ്ക്ക് കൊടുക്കും. അതുകൊണ്ടല്ലേ നിന്റെ അച്ഛൻ മരിച്ചപ്പോൾ നീ ഒരു ഗ്രാമത്തലവേ ആയത്. എന്റെ അച്ഛൻ അന്ന് മരിച്ചില്ലായിരുന്നെങ്കിൽ ചെറുപ്പത്തിലെ എനിക്ക് ആ ഒരു ജോലി ഏറ്റെടുക്കേണ്ടി വരില്ലായിരുന്നു. അവൻ അങ്ങനെ വിഷമത്തോടെ പറയുന്നത് കേൾക്കുമ്പോൾ അവന്റെ ആ ഒരു അവസ്ഥ അവൾക്ക് കൂടി മനസ്സിലാവുന്നുണ്ടായിരുന്നു. കാലങ്ങളായിട്ട് ശവപ്പറവ് പണിയെടുത്ത് അവിടെ ശവങ്ങളെല്ലാം അടക്കിക്കൊണ്ടിരിക്കുന്നത് അവന്റെ കുടുംബം തന്നെയാണ്. ഈ നാട്ടിലെ മറ്റാരെക്കാളും അവിടെ ഒരുത്തിന് മണ്ണ് കിട്ടാനുള്ള അവകാശം അവർക്കായിരുന്നു ഉണ്ടായിരുന്നത്. അവസാനം ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം കാണാൻ വേണ്ടിയിട്ട് അവൾ പറയുന്നുണ്ട് ആ ശവപ്പറമ്പിൽ അടക്കം ചെയ്യാൻ പറ്റുന്ന 4 പേരില്ലേ, ആ 4 പേര് ആരൊക്കെയാണെന്നുള്ള കാര്യം നമുക്ക് നറുക്കിട്ടെടുക്കാമെന്ന്. വലിയെന്ന നറുക്കെടുപ്പ് നടത്തുന്ന പോലെയായിരുന്നു ശവപ്പറമ്പിന്റെ സ്ഥലത്തിന് വേണ്ടിയിട്ട് അവിടെ എല്ലാവരും തടിച്ചു കൂടുന്നത്. ആകെ ടോട്ടല് 9 പേരുടെ പേരാണ് ആ ലിസ്റ്റിൽ ഉണ്ടായിരുന്നത്. ഈ മയ്യ തന്റെ പേര് കൂട്ടിച്ചേർത്തു. നമ്മുടെ മധുബാബുവിന്റെ അച്ഛന്റെ പേര് ഓൾറെഡി അതിനകത്ത് ഉണ്ടായിരുന്നു. നറുക്കെടുക്കുമ്പോൾ ആദ്യമാകട്ടെ 2 സ്ത്രീകളുടെ പേരാണ് കിട്ടുന്നത്. ഒന്നാമത് കിട്ടുന്നത് മധുബാബുവിന്റെ അച്ഛന്റെ പേരാണ്. അയാളാകട്ടെ അതൊരു വൻ ആഘോഷമാക്കുകയാണ്. 4ാമത്തെ എടുക്കുമ്പോൾ ചിന്ന പ്രതീക്ഷിച്ചിരുന്നത് അത് തന്റെ അമ്മയുടെ പേരായിരിക്കണേ എന്നാണ്. അവന്റെ അമ്മയും അത് തന്നെയാണ് പ്രതീക്ഷിച്ചിരിക്കുന്നത്. പക്ഷെ നമ്മുടെ അപൂർവ നറുക്കെടുക്കുമ്പോൾ അതിൽ ഭീമയുടെ പേരായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ അവളത് വിളിച്ചു പറയാതെ അതിന് പകരം ചിന്നയുടെ അമ്മയുടെ പേരാണ് വിളിച്ചു പറയുന്നത്. അത് കേട്ടിട്ട് ചിന്നയും അമ്മയും സന്തോഷിക്കുന്നു. ഭീമയെക്കാളും എന്തുകൊണ്ടും ആ സ്ഥലത്തിന് അവകാശപ്പെട്ടത് അവർ തന്നെയാണെന്നുള്ള കാര്യം അവൾക്ക് അറിയാമായിരുന്നു. ആ ഒരു പേപ്പർ എഴുതിയിരുന്നത് ഭീമയുടെ പേരാണെന്നുള്ള കാര്യം അവൾ മാത്രമേ കണ്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ ഒരു രഹസ്യം ആരും അറിഞ്ഞതുമില്ല. ഇവിടെ നമ്മുടെ മധുബാബു ആകട്ടെ തന്റെ അച്ഛന് നറുക്കുള്ള സന്തോഷത്തിൽ വീട്ടിലാണെങ്കിൽ പാർട്ടി നടത്തുകയാണ്. എല്ലാവരെയും വിളിച്ച് ആഹാരമൊക്കെ കൊടുക്കുന്നുണ്ട്. നമ്മുടെ അപൂർവയാണെങ്കിൽ കുറച്ച് സമാധാനത്തിലാണ്. കാരണം 4 പേരും കൂടി ഒരുമിച്ച് മരിക്കാൻ പോകുന്നില്ലല്ലോ, ഓരോരുത്തരായിട്ടല്ലേ മരിക്കാൻ പോകുന്നത്. അതിന് ഇനി ഒരുപാട് കാലങ്ങൾ എടുക്കും. ചിലപ്പോൾ ഒരു വർഷം കൊണ്ടായിരിക്കും ഈ ഒരു 4 പേരും മരിക്കുന്നത്. അതുവരെ സമാധാനമുണ്ട്. അത് കഴിഞ്ഞിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു പോംവഴി കണ്ടാൽ മതി. എന്നാൽ ഈ മധുബാബുവിന്റെ വീട്ടിലെ ഫംഗ്ഷനിലാണെങ്കിൽ ഒരു കള്ളൂടിനാകട്ടെ അവിടെ ഉണ്ടാക്കുന്ന കള്ളിനൊന്നും തന്നെ വലിയ വീര്യമില്ല എന്ന് പറയുന്നു. അത് ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ആളാകട്ടെ അയാളെ വഴക്ക് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് ഓടുകയാണ്. അത് കുടിച്ചു കഴിഞ്ഞാൽ ആൾക്കാർ ചത്തുപോകുമെന്ന് പറയുന്നു. അതുകൊണ്ട് തന്നെ ആ കള്ള് ഇനി ഉപയോഗിക്കാൻ പറ്റില്ല, അത് കളഞ്ഞെങ്കിലേ പറ്റൂ. എന്നാൽ ഈ സംഭവങ്ങളൊന്നും അറിയാതെ ഒരാളാകട്ടെ അതിൽ നിന്ന് കുറച്ചെടുത്തോണ്ട് പോയി. ആരൊക്കെയോ ചേർന്നിട്ട് അത് കുടിക്കുകയും ചെയ്തു. പിറ്റേന്ന് രാവിലെ മധുബാബുവിന്റെ വീട്ടിലെ ഫ്രണ്ടിലാണെങ്കിൽ 4 പേര് മരിച്ചെടുക്കുന്നു. ആ സംഭവം അറിഞ്ഞിട്ട് ചിന്നിയാകട്ടെ അപൂർവയെ അറിയിക്കുന്നുണ്ട്. അവളാണെങ്കിൽ ആകെ ഞെട്ടിത്തെറിച്ചിരിക്കുകയായിരുന്നു. ആൾക്കാരെല്ലാം അവിടേക്ക് ഓടിക്കൂടി. ആകെ 4 പേരെ അടക്കാനുള്ള സ്ഥലമേ ആ സെമിത്തേരിയിൽ ഉണ്ടായിരുന്നുള്ളൂ. അതിപ്പോ 4 പേരെ അടക്കം ചെയ്യുമ്പോൾ തീരുകയും ചെയ്യും. നറുക്കെടുപ്പിൽ ജയിച്ചതെന്ന് തന്നെ ഇനി ഇവിടെ നോക്കിയിട്ട് കാര്യമില്ല. കാരണം ഈ 4 പേരെ മൃതദേഹം വെച്ചോണ്ടിരിക്കാൻ പാടില്ലല്ലോ. ആ സംഭവത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചത് ഭീമയ്യായിരുന്നു. അയാളുടെ പേര് ഞെറുക്കെടുപ്പ് വീണില്ലല്ലോ. ഇപ്പോൾ ആ സ്ഥലമെല്ലാം നിന്നെ തീരുകയും ചെയ്യും. അയാൾ മധുബാബുവിനെ നോക്കിയിരുന്ന് ചിരിക്കുന്നു. നിന്റെ അച്ഛന് ഞെർക്ക് വീണതിൽ നീ ഒരുപാട് സന്തോഷിച്ചതല്ലേ. അവസാനം നീ നടത്തിയ പാർട്ടി തന്നെ 4 ആൾക്കാർ മരിച്ചിരിക്കുന്നു. നിന്റെ അച്ഛന് കിട്ടേണ്ട സ്ഥലവും അവർ കൊണ്ടുപോയി. അങ്ങനെ ആൾക്കാരെല്ലാം ചേർന്നിട്ട് ആ 4 പേരുടെ മൃതദേഹവും ആ ശവപ്പറമ്പിൽ അടക്കം ചെയ്തു. ഓർമ്മയാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയാതെ താടിക്ക് കൈയും കൊടുത്ത് ഇങ്ങനെ നിൽക്കുകയാണ്. ആ സ്ഥലം ഫില്ലായോടുകൂടി തന്നെ അവിടെ ആണെങ്കിൽ ഒരു ഹൗസ്ഫുൾ ബോർഡും വെച്ചു. ശവപ്പറമ്പ് ഹൗസ്ഫുൾ ആയതോടുകൂടി തന്നെ ജോലി നഷ്ടപ്പെട്ട 2 പേരാണ് നമ്മുടെ ചിന്നയും ആ കല്ലുണ്ടാക്കുന്ന ആളും. അയാള് ഒരു ജോലി തേടി ഭീമയുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ ഭീമയാകട്ടെ അയാളെ നാണം കെടുത്തി പറഞ്ഞു
വിടുന്നു. ഇവിടെ ചിന്നയോട് അവൻ അമ്മ പറയുന്നുണ്ട്, ആ സ്ഥലമെല്ലാം തീർന്നു പോയതിൽ നീ വിഷമിക്കേണ്ട കാര്യമില്ല, ഞാൻ വെറുതെ എന്റെ ഒരു ആഗ്രഹം പറഞ്ഞതേ ഉള്ളൂ, നീ എന്നെ എവിടെ കൊണ്ടുപോയി അടയ്ക്കാലും എനിക്കൊരു പ്രശ്നവുമില്ല. അമ്മ അതൊന്നും ആലോചിച്ച് ബുദ്ധിമുട്ടണ്ട, അമ്മ എന്നെ വിശ്വസിച്ചാൽ മതി, ഞാൻ കാര്യങ്ങളെല്ലാം തന്നെ നോക്കിക്കോളാം. അവന്റെ മനസ്സിൽ എന്തോ ഒരു രഹസ്യം ഉണ്ടായിരുന്നു. അവൻ നേരെ ശവപ്പറമ്പിലേക്ക് പോകുന്നു. ശരിക്കും അവിടെ 5 പേർക്കുള്ള സ്ഥലം കൂടി ഉണ്ടായിരുന്നു. അവൻ എല്ലാവരോടും 4 പേർക്കുള്ള സ്ഥലം മാത്രമേ ഉണ്ടായിരുന്നുള്ള കാര്യമാണ് പറയുന്നത്. കാരണം ആ 5ാമത്തെ സ്ഥലം അവന്റെ അമ്മയ്ക്ക് വേണ്ടിയാണ് അവൻ വെച്ചിട്ടുണ്ടായിരുന്നത്. ആ സ്ഥലം അവൻ മറച്ചു വെച്ചത് ആരും അറിഞ്ഞില്ല. കാരണം തന്റെ അമ്മയ്ക്കാണ് ഇവിടെ കിടക്കാൻ ഏറ്റവും കൂടുതൽ അർഹതയുള്ളതെന്നുള്ള കാര്യം അവൻ വിശ്വസിച്ചു. എന്തെങ്കിലും കാരണവശാല് ഈ സ്ഥലം ആരുടെയും കണ്ണിൽ പെട്ട് കഴിഞ്ഞാൽ പണിയാകും. അതുകൊണ്ട് ഈ സ്ഥലം നല്ലപോലെ മറയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു കല്ല് ചുമ്മാതെങ്കിലും ഇവിടെ കൊണ്ട് വെക്കണം. അവൻ ആ കല്ലൊക്കെ വെക്കുന്ന ആളുടെ അടുത്തേക്ക് പോയിട്ട് വെറുതെ എനിക്കൊരു കല്ല് തരാൻ വേണ്ടി പറയുന്നു. ഈ കല്ലൊക്കെ എടുത്തുകൊണ്ട് പൊക്കോ, അല്ലെങ്കിൽ തന്നെ ഇതൊന്നും കൊണ്ട് എനിക്ക് ഉപയോഗം ഉണ്ടാകാൻ വേണ്ടി പോകുന്നില്ല എന്നാണ് അയാൾ പറയുന്നത്. അവനാണെങ്കിൽ അവിടെ നിന്ന് ചാക്കിലാക്കി ആ കല്ലുമായിട്ട് പോകുന്ന വഴിക്ക് നമ്മുടെ അപൂർവയും കൂട്ടരെയും കാണുന്നുണ്ട്. ഞങ്ങൾ അടുത്ത ഗ്രാമത്തിലെ സ്ഥലം അന്വേഷിക്കാൻ വേണ്ടി പോവുകയാണ്, നീ ഞങ്ങളുടെ വരാൻ വേണ്ടിയിട്ട് അവൾ പറയുന്നു. അവളെ കണ്ടത് പെട്ടെന്ന് പേടിച്ച് അവന്റെ കയ്യിൽ നിന്ന് ആ കല്ല് താഴേക്ക് വീഴുന്നു. അതിന്റെ ഒരു സൈഡ് പൊട്ടിയിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് അവൻ അത് ആ ഒരു കാറിനടിയിലേക്ക് നീക്കിക്കളയും ചെയ്യുന്നു. നീ എന്തായി കാണിക്കുന്നേ, ഇതിനകത്ത് എന്താണെന്നൊക്കെ അവൾ ചോദിക്കുന്നു. ഒന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് അവനാണെങ്കിൽ ഒഴിവായി. ഇവരുടെ ശവപ്പറമ്പിനപ്പുറം അതിർത്തിയാണ്. ഒരു അതിർത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റു പല ഗ്രാമങ്ങളുടെ കൂടിയാണ്. ഗ്രാമങ്ങൾ ആ ഒരു അതിർത്തി ഭാഗത്തുള്ള കുറച്ച് പ്രദേശം വിൽക്കാൻ വേണ്ടി തയ്യാറാവുകയാണെങ്കിൽ ഇവർക്ക് ഇവരുടെ ശവപ്പറമ്പ് വലുതാക്കാൻ വേണ്ടി പറ്റും. അങ്ങനെ ആവുമ്പോൾ ഒരുപാട് സ്ഥലവും കിട്ടും. അതിനുവേണ്ടിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അവർ ആദ്യം പോയി ഒരു ഗ്രാമത്തലവനെ കണ്ട് സംസാരിക്കുമ്പോൾ അയാളാണെങ്കിൽ തിരിച്ചു തള്ളുകയാണ് ചെയ്യുന്നത്. രണ്ടാമത്തെ ആളെ കണ്ട് സംസാരിക്കുമ്പോൾ അയാൾ പറയുന്നുണ്ട്, ഞങ്ങൾ അവിടെ ഒരു അമ്പലം കെട്ടാൻ വേണ്ടി പോവുകയാണെന്ന്. മൂന്നാമത്തെ ആളെ കണ്ട് സംസാരിക്കുമ്പോൾ അയാൾ പറയുന്നത് സ്ഥലം തരാൻ ഞങ്ങൾ തയ്യാറാ, പക്ഷെ ഒരു ഏക്കറിന് 1 ലക്ഷം തരണം. ഒരു ഏക്കറിന് 1 ലക്ഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കൂടുതലാണെന്ന് അവൾ പറയുന്നു. കാരണം ആ കാലത്ത് അത്രയും വില അധികമായിരുന്നു. കയ്യിൽ അത്രയും കാശില്ലാത്ത കാരണം ആ ഒരു ഓപ്ഷൻ നടന്നില്ല. വിഷമത്തോടെ തിരിച്ച് നാട്ടിലെത്തിയ അവളെ കാണാനായിട്ട് ഒരുപാട് ആൾക്കാർ തടിച്ചു കൂടിയിട്ടുണ്ടായിരുന്നു. ഇനി ഒരു മരണം നടന്നു കഴിഞ്ഞാൽ എവിടെ കൊണ്ടുപോയി അടക്കുമെന്ന് എല്ലാവരും ചോദിക്കുന്നു. ഇതിന് ആരും തന്നെ മരിച്ചില്ലല്ലോ എന്നാണ് അവൾ പറയുന്നത്. എന്നാൽ ആൾക്കാർ പറയുന്നുണ്ട് അവിടെ ഓരോരുത്തരും ആത്മഹത്യ ചെയ്യാൻ വേണ്ടി നിൽപ്പുണ്ടെന്ന്. അവരിൽ ആരെങ്കിലും അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എവിടെ കൊണ്ടുപോയി അടക്കുമെന്ന്. അവൾക്കാണെങ്കിൽ ഭ്രാന്ത് പിടിക്കുന്ന അവസ്ഥയായിരുന്നു. അച്ഛൻ ജീവിച്ചിരുന്ന കാലത്തൊന്നും ഈ പ്രശ്നം വന്നില്ല. ഒറ്റയായിട്ട് ഞാൻ ചുമതലയേറ്റപ്പോൾ തന്നെ ആ ശവപ്പറമ്പിലെ സ്ഥലം തീർന്നിരിക്കുന്നു. 300 വർഷമായിട്ട് അവിടെയാണ് ആൾക്കാരെ അടക്കം ചെയ്യുന്നത്. കറക്റ്റ് എന്റെ ഭരണകാലത്ത് തന്നെയാണ് ഈ സ്ഥലമൊക്കെ തീർന്നു പോയത്. അതൊക്കെ പറഞ്ഞ് അവളാണെങ്കിൽ ഇരുന്ന് കരയുകയാണ്. താൻ ഈ ജോലി തന്നെ വിടുകയാണെന്ന് അവൾ പറയുന്നു. എനിക്ക് ഗ്രാമത്തലവി ആകണ്ട. എന്നാൽ അവളുടെ അമ്മയാണെങ്കിൽ അവൾ സമാധാനിപ്പിക്കുന്നുണ്ട്. കാലങ്ങളായിട്ട് നമ്മുടെ തലമുറയ്ക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നതാണ്, നീയായിട്ട് അതൊന്നും ഇട്ടെറിഞ്ഞ് പോകാൻ പാടില്ല. അതേ സമയത്ത് നമ്മുടെ ചിന്നയാകട്ടെ അവൻ ഒളിപ്പിച്ച സ്ഥലത്താണെങ്കിൽ മരച്ചില്ലകളും മറ്റൊക്കെ മാറ്റിയിട്ട് അവിടെ ഫേക്കായിട്ട് കൊണ്ടുവന്ന ആ ഒരു കല്ല് വെക്കുന്നു. പിറ്റേന്നാകട്ടെ നമ്മുടെ അപൂർവയാണെങ്കിൽ അവിടെ ഇനി കുറച്ചെങ്കിലും സ്ഥലം കിട്ടുമെന്ന് അറിയാൻ വേണ്ടിയിട്ട് ആ ഒരു ശവപ്പറമ്പ് മുഴുവൻ നടന്ന് പരിശോധിക്കുകയായിരുന്നു. ചിന്നയാണെങ്കിൽ ആകെ ടെൻഷനിലായി. കള്ളത്തരങ്ങൾ അവൾ കണ്ടുപിടിക്കുന്ന പേടിയായിരുന്നു അവന്. ഒടുവിൽ കറക്റ്റ് ആയിട്ട് ചിന്ന കൊണ്ടുവച്ച ആ ഒരു കല്ലിനടുത്തേക്ക് അവൾ പോയി നിൽക്കുകയാണ്. ബാക്കി എല്ലാ കല്ലുകൾക്കും ജനനവും മരണവും എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. ഇതിൽ മാത്രം ഒന്നുമില്ല. എന്താ അങ്ങനെയെന്ന് അവൾ ചോദിക്കുന്നു. ചിന്നയാകട്ടെ ടെൻഷനായിട്ട് അവളോട് പറയുന്നുണ്ട്, ഇത് വർഷങ്ങൾ പഴക്കമുള്ള കല്ലാണെന്ന്, 100 വർഷമെങ്കിലും പഴക്കം ഉണ്ടാകും. ആ എഴുതിയിരിക്കുന്നതൊക്കെ തന്നെ മാഞ്ഞു പോയതായിരിക്കും എന്ന് പറയുന്നു. അതുകൊണ്ടായിരിക്കും അത് കാണാത്തത്. അവൻ പറഞ്ഞു ശരിയായിരിക്കുമെന്ന് അവൾക്ക് തോന്നി. പക്ഷെ അതിനോടൊപ്പം തന്നെ അവൾക്കാണെങ്കിൽ ഒരു ഐഡിയ തോന്നുകയാണ്. അവൾ പെട്ടെന്ന് ഗ്രാമസഭ വിളിച്ചു കൂട്ടിയിട്ട് അവൾ പറയുന്നുണ്ട്, നമ്മുടെ നാട്ടിൽ പ്രശ്നത്തിന് ഞാൻ ഒരു പരിഹാരം കണ്ടെത്തിയെന്ന്. അവൾ പറയുന്നു, 300 വർഷം കൊണ്ട് നമ്മുടെ നാട്ടിൽ ആ ശവപ്പറമ്പുണ്ട്. നമ്മുടെയൊക്കെ ഒരുപാട് പൂർവികരെയും അവിടെ അടക്കം ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ജീവിച്ചിരിക്കാൻ നമ്മുടെ ഒരുപാട് പൂർവികർ അവിടെ ഉണ്ടല്ലോ. അവരുടെ കല്ലറകളൊക്കെ നമുക്ക് മാറ്റാം. അപ്പോൾ ഒരുപാട് സ്പേസ് കിട്ടും. അവിടെ നമുക്ക് പുതിയ ആൾക്കാരെ അടക്കം ചെയ്യാമെന്ന് അവൾ പറയുന്നു. ആ ഒരു കാര്യം നല്ലതാണെന്ന് മറ്റുള്ളവർക്ക് കൂടി തോന്നി. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രശ്നത്തിന് അതൊരു നല്ല പരിഹാരമായിരുന്നു. പോയ കല്ലറകളൊക്കെ വേർതിരിച്ച് കണ്ടുപിടിക്കണം. 2 ദിവസത്തിനകം ആ ജോലി തുടങ്ങാമെന്ന് അവൾ പറയുന്നു. ഇതോടെ നമ്മുടെ ചിന്നയാകട്ടെ ടെൻഷനിലായി. കാരണം അവൻ അവിടെ ഫേക്ക് ആയിട്ട് ഒരു കല്ല് കൊണ്ട് വെച്ചിട്ടില്ലേ, ഇതിലാണെങ്കിൽ ഒന്നും എഴുതിയിട്ടുമില്ല. ആ ഒരു കല്ല് ഫേക്ക് ആണെന്ന് ഇവർ കണ്ടുപിടിക്കുകയാണെങ്കിൽ അത് ചെയ്ത് താനാണെന്നുള്ള കാര്യം അവർ എന്തായാലും കണ്ടെത്തും. അതുകൊണ്ട് അന്ന് രാത്രി തന്നെ അവനാണെങ്കിൽ ഒരു പണി ചെയ്യാൻ വേണ്ടി പോകുന്നു. ആ കല്ലിൽ എന്തെങ്കിലുമൊക്കെ ഫേക്ക് ആയിട്ട് കൊത്തിവെക്കാം. ഏതെങ്കിലും ഒരാളുടെ പേരും അയാളുടെ വെറുതെ ഉള്ള ഒരു ജനന തീയതിയും ഒരു മരണതീയതി ഒരു മരണകാരണമായിട്ട് അവൻ എഴുതുന്നത് സ്വാതന്ത്ര്യ സമരത്തിന് രാജ്യത്തിന് വേണ്ടിയിട്ട് ജീവൻ ത്യാഗം ചെയ്തു എന്നായിരുന്നു. അങ്ങനെ പ്ലാൻ സക്സസ് ആയ സന്തോഷത്തിൽ അവനാണ് ചിരിച്ചുകൊണ്ട് അവിടെ നിന്ന് നടന്നു പോവുകയാണ്. കറക്റ്റ് ആ സമയത്ത് തന്നെ അവിടേക്ക് ആ ഒരു കുടിയും വന്നിട്ടുണ്ടായിരുന്നു. അയാൾ ഇവനെ ആ രൂപത്തിൽ കണ്ടെന്ന് പേടിച്ച് ബോധം കെടുന്നു. അയാൾ ബോധം കെട്ട് വീണെന്ന് കണ്ടിട്ട് ചിന്നയാണെങ്കിൽ അവിടെ നിന്ന് ഓടിപ്പോയി. പിറ്റേന്ന് അപൂർവയുടെ കൂടുതൽ ആൾക്കാർ വന്നിട്ട് അവിടെ ലിസ്റ്റുകളെല്ലാം തന്നെ എടുക്കുന്നു. ചിന്ന കുത്തിവെച്ച കല്ലാണെങ്കിൽ അവർ കാണുന്നുണ്ട്. അവർ പറയുന്നുണ്ട് ഇതൊരു സ്വാതന്ത്ര്യ സമര പോരാളിയല്ലേ എന്ന്. ഇയാളുടെ കല്ലറയൊന്നും തന്നെ തോണ്ടണ്ടെന്നാണ് അവർ പറയുന്നത്. അല്ലാതെയുള്ള പഴകിയതും പൊട്ടിയതുമായുള്ള 59 കല്ലറകളുടെ ലിസ്റ്റ് അവർ എടുക്കുന്നുണ്ട്. ഇത്ര ആൾക്കാരുടെ അസ്ഥികൾ പുറത്തെടുത്ത് അതിലെന്തിനും ഒരിടത്ത് കുഴിച്ചിടാനായിരുന്നു അവരുടെ തീരുമാനം. പക്ഷെ ആ ഒരു ടൈമിൽ ആ ഒരു കുടിയുടെ ഫാമിലി ആണെങ്കിൽ അവിടെ ഒരു പൂജാരിയെ പോയി കണ്ടിട്ട് പറയുന്നുണ്ട്, ഇവൻ തലേന്ന് രാത്രിയിൽ എന്തോ കണ്ട് പേടിച്ചു എന്ന്. ശവപ്പറമ്പിൽ വെച്ചാണ് ഇതൊക്കെ ഉണ്ടായത്. അയാൾ പറയുന്നത് താൻ പ്രേതത്തെ കണ്ടുവെന്നാണ്. കേട്ട പൂജാരി പറയുന്നുണ്ട്, ശവക്കല്ലറകളെല്ലാം പൊളിക്കുന്നു അറിഞ്ഞിട്ട് അതിനുള്ളിൽ കിടക്കുന്ന ആൾക്കാരെല്ലാം തന്നെ ആത്മാക്കളായിട്ട് വരികയും ശല്യം ചെയ്യുകയാണെന്ന്. അതോടുകൂടി ആൾക്കാരെല്ലാം പേടിച്ചു തുടങ്ങി. ഇവിടെ അപൂർവയും ചിന്നയും ആൾക്കാരെല്ലാം ചേർന്നിട്ട് ആ കല്ലറകൾ പൊളിച്ചു മാറ്റാൻ തുടങ്ങിയതും ഇവിടെ നിന്നും ആൾക്കാരെല്ലാം വന്ന് പറയുന്നുണ്ട് ഈ ഒരു ജോലി ഇപ്പോൾ തന്നെ നിർത്താൻ വേണ്ടിയിട്ട്. കാരണം പൂജാരി ആണെങ്കിൽ ആ ഒരു കാര്യം എല്ലാവരോടും പറഞ്ഞു തുടങ്ങിയിരുന്നു. കല്ലറകൾ പൊളിച്ചു കഴിഞ്ഞാൽ അവരുടെ പൂർവികളുടെ ആത്മാക്കൾ വന്നിട്ട് അവരെ ശല്യം ചെയ്യുമെന്ന്. കാരണം ഭീമയെ പറയുന്നുണ്ട് തന്റെ പൂർവികരുടെ കല്ലറ പൊളിക്കേണ്ട എന്ന്. അയാളുടെ വേണ്ടെങ്കിൽ വേണ്ട, ബാക്കിയുള്ളവരുടെ പൊളിക്കാമെന്ന് അപൂർവ വിചാരിക്കുമ്പോൾ ഇത്തരമായിട്ട് വന്നിട്ട് പറയാൻ തുടങ്ങിയിരിക്കുന്നു. അവരുടെ പൂർവികരുടെ കല്ലറ
കല്ലറ പൊളിക്കേണ്ട എന്ന്. അതോടെ അവൾക്ക് വീണ്ടും ഭ്രാന്ത് പിടിക്കുന്ന അവസ്ഥയായി. പിന്നീട് ഓരോ ആൾക്കാരും തങ്ങളുടെ പൂർവികരുടെ കല്ലറകളൊന്നും ഇതിനെ പൊളിക്കേണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഓരോരുത്തർ പ്രത്യേക നിറങ്ങൾ സെലക്ട് ചെയ്ത് തങ്ങളുടെ പൂർവികരുടെ സമാധിയിലേക്കുള്ള കല്ലുകളെല്ലാം തന്നെ അടിക്കാൻ വേണ്ടി തുടങ്ങിയിരിക്കുന്നു. ഓരോ കുടുംബത്തിനും ഓരോ നിറമായിരുന്നു. എല്ലാവരും അങ്ങനെ ഓരോ നിറങ്ങളൊക്കെ സെലക്ട് ചെയ്ത് തങ്ങളുടെ പൂർവികരുടെ കല്ലുകളെല്ലാം തന്നെ തുടങ്ങി കഴിഞ്ഞാൽ ഒരു കല്ല് മാത്രം ബാക്കിയാകും. അത് ഇവൻ ഫേക്ക് ആയിട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ്. കണ്ടുപിടിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. കാരണം അതൊന്ന് പൊളിച്ചു കഴിഞ്ഞാൽ അതിനിടയിൽ അസ്ഥി ഒന്നും ഇല്ല എന്നുള്ള കാര്യം അവർക്ക് മനസ്സിലാകും. ഒടുവിൽ അത് ആരുടെങ്കിലും കല്ലറയുടെ ഭാഗമായി മാറ്റാൻ വേണ്ടി അവൻ തീരുമാനിക്കുകയാണ്. മധുബാബുവിന്റെ കുടുംബത്തിന് അടിച്ചിരിക്കുന്ന ആ ഒരു നീല പെയിന്റ് എടുത്തിട്ട് താൻ ആ ഫേക്കായി ഉണ്ടാക്കി കല്ലിന് അടിച്ചു വെക്കുകയാണ്. അങ്ങനെയൊക്കെയോ മധുബാബുവിന്റെ ആൾക്കാർ കണ്ടെത്തി നമ്മുടെ നീല നിറത്തിലുള്ള കല്ലുകളുടെ കൂട്ടത്തിൽ നമ്മുടെ പൂർവികരല്ലാത്തൊരു കല്ലുണ്ട്. അവർ വന്നിട്ട് മധുബാബുവിനോട് പറയുകയും ചെയ്യുന്നുണ്ട്. ആരോ ഫേക്ക് ആയിട്ട് അങ്ങനെ പെയിന്റ് അടിച്ചു വെച്ചാണെന്നുള്ള കാര്യം നമ്മുടെ അപൂർവ അറിഞ്ഞു. അവൾ ആദ്യം സംശയിക്കുന്നത് ചിന്നെ തന്നെയായിരുന്നു. ഒരു സ്ഥലം ആരും മറച്ചു വെച്ചിരിക്കുന്നു. നീ അല്ലാതെ മറ്റാരും ആകില്ല. നീ മര്യാദയ്ക്ക് സത്യം തുറന്ന് പറയുന്നത് നല്ലത്. ഇതുവരെയുള്ള അവന്റെ പെരുമാറ്റവും അവന്റെ സംസാരമെല്ലാം വെച്ച് നോക്കുമ്പോൾ അവൻ തന്നെയാണെന്നുള്ള കാര്യം അവൾ ഉറപ്പിച്ചിരുന്നു. അതിനിടയ്ക്ക് അപൂർവയുടെ കൂടുതലുള്ള ആൾക്കാർ വന്നിട്ട് അവളോട് പറയുന്നുണ്ട് അവിടെ അമ്പലത്തിന്റെ അടുത്തും മറ്റു പല സ്ഥലങ്ങളിലൊക്കെ വലിയ പ്രശ്നങ്ങളും വഴക്കുകളും നടക്കുകയാണെന്ന്. ഇപ്പോൾ എന്താണ് ഉണ്ടായിരിക്കുന്ന കാര്യം അവൾ ചോദിക്കുന്നു. ശരിക്കും പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഓരോ കല്ലറകളുടെയും ഡീറ്റെയിൽസ് എടുത്തു കഴിയുമ്പോൾ പണ്ട് ആൾക്കാർ ചെയ്ത ക്രൈമുകളെല്ലാം തന്നെ പുറത്തു വന്നു. അതായത് ഓരോരുത്തരുടെ പൂർവികര് മറ്റു ആൾക്കാരുടെ പൂർവികരോട് ചെയ്ത ക്രൈമുകൾ. അതായത് ഒരാളുടെ അപ്പൂപ്പൻ മറ്റൊരാളുടെ അമ്മൂമ്മയെ റേപ്പ് ചെയ്ത് കൊന്നിരിക്കുന്നു. പൂർവികർക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ ഉള്ള തലമുറ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും അടി ഉണ്ടാക്കുന്നു. ആ ഒരു കുടീന്റെ മുത്തച്ഛന്റെ കയ്യിൽ നിന്നും പണ്ട് മധുബാബുവിന്റെ വീട്ടുകാരാണെങ്കിൽ കുറെ പൈസ വാങ്ങിയിട്ട് തിരിച്ചു കൊടുത്തില്ല. അത് കാരണം ഈ കുടീന്റെ കുടുംബത്തിലെ ഒരാൾ ആത്മഹത്യ ചെയ്യുകവരെ ചെയ്തു. അങ്ങനെ അതും ഇതും പറഞ്ഞിട്ട് കുടിയനാകട്ടെ മധുബാബുവിന്റെ അടുത്തേക്ക് വരികയും വഴക്കുണ്ടാക്കുകയും ചെയ്യുകയാണ്. അപർണയുടെ കൂടെയുള്ള ആൾക്കാർ പറയുന്നുണ്ട് ഈ പ്രശ്നത്തിന് തന്നെ തുടക്കമുള്ളത് ആ കള്ളന്റെ സമാധിയാണെന്ന്. അത് ഉണ്ടാക്കിയവനെ എന്റെ കയ്യിൽ കിട്ടി കഴിഞ്ഞാൽ നാട്ടുകാർക്ക് ഇട്ട് കൊടുത്തിട്ട് നാട്ടുകാരെ കൊണ്ട് അടുപ്പിക്കും. ആരുടേതാണെന്ന് കണ്ടെത്തുന്നതിനിടയിലാണ് ആൾക്കാർ ഈ പൂർവ്വ ചരിത്രം മുഴുവനും അറിയുന്നത്. ഇവിടെ അപൂർവയാകട്ടെ ചിന്നയോട് പറയുന്നുണ്ട് നറുക്കെടുപ്പിൽ നിന്റെ അമ്മയുടെ പേര് വന്നത് ഞാൻ കാരണമാണെന്ന്. ഞാൻ മനഃപൂർവ്വം നിന്റെ അമ്മയുടെ പേര് പറയുകയായിരുന്നു. യഥാർത്ഥത്തിൽ ഭീമയുടെ പേരാണ് വന്നത്. ആ സ്ഥലം നിനക്ക് അവകാശപ്പെട്ടതായതുകൊണ്ട് തന്നെയാണ് ഞാൻ മനഃപൂർവ്വം ആ പേര് പറഞ്ഞത്. അതുകൊണ്ട് നീ എന്നോട് സത്യം തുറന്നു പറയണം. അവൻ അവളോട് തുറന്നു പറയുകയും ചെയ്യുന്നുണ്ട്. ആ കല്ലറ ഉണ്ടാക്കിയത് താനാണ്. തന്റെ അമ്മയ്ക്ക് വേണ്ടിയിട്ട് ഒരു സ്ഥലം മാറ്റി വെച്ചതാണ്. അവള് പറയുന്നുണ്ട് അവിടെ നിന്നാണ് പ്രശ്നങ്ങളെല്ലാം തുടങ്ങിയെന്ന്. അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യും, ആരും അറിയാതെ ആ കല്ലറ അവിടെ നിന്ന് എടുത്തു മാറ്റിയേക്ക്. അങ്ങനെ ചിന്നയാകട്ടെ ആ ഒരു കല്ലെടുത്ത് മാറ്റാൻ പോയ സമയത്ത് പൂർവ്വയുടെ ആൾക്കാർ വന്നിട്ട് പറയുന്നുണ്ട് ആ ഭീമയുടെ ആൾക്കാരെല്ലാം കൂടി ചേർന്നിട്ട് ശൗപർവയുടെ അടുത്തേക്ക് വരുന്നുണ്ടെന്ന്. ഇപ്പൊ എന്താ പ്രശ്നം അവൾ ചോദിക്കുന്നു. ആൾക്കാർ പണ്ട് കാലത്ത് നടന്ന സംഭവങ്ങളെല്ലാം തന്നെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ കല്ലറ അടുത്തേക്ക് വരുന്നത്. കാരണം അവിടെ എല്ലാം തന്നെ മരണകാരണോ മറ്റൊക്കെ എഴുതി വെച്ചിട്ടുണ്ടല്ലോ. അങ്ങനെ നോക്കുന്നതിനിടയിൽ ഞെട്ടിക്കുന്ന ഒരു കാര്യം BMIയുടെ ആൾക്കാർ തിരിച്ചറിയുന്നുണ്ട്. ശരിക്കും ഈ BMIയുടെ പൂർവികരായിരുന്നു ഈ ഗ്രാമത്തിലവൻ ആയിക്കൊണ്ടിരുന്നത്. ഒരിക്കൽ ഇവരുടെ പൂർവികളിൽ നിന്നും ഒരാൾ മരിച്ചു പോവുകയും അയാളുടെ മകന് വെറും 2 വയസ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇത് കാരണം ആ ഗ്രാമത്തിലെ ജോലിയിലേക്ക് ആ കുട്ടിക്ക് കയറാൻ പറ്റിയില്ലല്ലോ. അതുകൊണ്ട് തൽക്കാലം നമ്മുടെ അപൂർവയുടെ കുടുംബക്കാർക്ക് ആ ഒരു ഗ്രാമത്തിലെ ജോലി ഇവർ കൊടുക്കുകയായിരുന്നു. അങ്ങനെ കൊടുത്തതിൽ ഭീമയുടെ പൂർവികരിൽ ഒരാൾക്ക് സങ്കടം തോന്നിട്ട് അയാളാണെങ്കിൽ ആത്മഹത്യ ചെയ്തു. അതായിരുന്നു അയാളുടെ ആ ഒരു കല്ലിൽ എഴുതി വെച്ചിരുന്നത്. ഇതോടുകൂടി ഭീമയെ മനസ്സിലാക്കുന്നു യഥാർത്ഥത്തിൽ ഗ്രാമത്തിലവന്റെ കസേര തന്റെ പൂർവികരായിരുന്നു എന്ന്. ഇടയ്ക്ക് ഒരു തവണ അപൂർവയുടെ കുടുംബത്തിന് തൽക്കാലത്തേക്ക് കൊടുത്തതായിരുന്നു അത്. പക്ഷെ പിന്നീട് അങ്ങോട്ട് അപൂർവയുടെ കുടുംബക്കാർ ആ ഒരു ഗ്രാമത്തിലെ ജോലി അങ്ങ് ഏറ്റെടുത്തു. അയാൾ ഇതും പറഞ്ഞിട്ട് അപൂർവയുടെ അടുത്തേക്ക് വന്ന് പ്രശ്നം ഉണ്ടാക്കുന്നു. അവള് പറയുന്നുണ്ട് എനിക്ക് ഈ ഗ്രാമത്തിലെ ജോലിയൊന്നും വേണ്ട എന്ന്, നിങ്ങൾ തന്നെ എടുത്തോ എന്ന് പറയുന്നു. ഇവർ ഇവിടേക്ക് വരുന്നതിന് മുമ്പ് തന്നെ ചിന്നയാകട്ടെ ആ ഫേക്ക് ആയിട്ടുള്ള കല്ലെടുത്തുകൊണ്ട് മരത്തിന്റെ മുകളിൽ ഒളിച്ചിരിക്കുകയായിരുന്നു. ഗ്രാമത്തിലവന്റെ സ്ഥാനം അപൂർവ വിട്ടുകൊടുത്ത് അത് ഭീമ കിട്ടിയോട് തന്നെ ആൾക്കാരാണെങ്കിൽ അവിടെ കിടന്ന് തുള്ളിച്ചാടാൻ തുടങ്ങി. അവൾ എല്ലാവരോടും പോകാൻ പറഞ്ഞിട്ട് അവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കിയായിരുന്നു. ഈ ബഹളം എല്ലാം കേട്ടിട്ട് പേടിച്ച് നമ്മുടെ ചിന്നയാണെങ്കിൽ മരത്തിന്റെ മുകളിൽ നിന്ന് താഴേക്ക് വീഴുകയാണ്. കയ്യിലുണ്ടായിരുന്ന ആ ഒരു കല്ലും താഴേക്ക് വീഴുകയാണ്. അതോടുകൂടി ആൾക്കാർ കണക്കി സത്യം മനസ്സിലായി. അവൻ അമ്മയ്ക്ക് വേണ്ടിയിട്ട് ആരും അറിയാതെ ഒരു സ്ഥലം ഒളിപ്പിച്ചു വെച്ചിരിക്കുകയായിരുന്നു. ഇങ്ങനെ ഒരു കള്ളത്തരം കാണിച്ചതിന് പേരിൽ അവനെ അവന്റെ അമ്മയും നാട് കടത്താൻ വേണ്ടി ആൾക്കാർ തീരുമാനിക്കുകയാണ്. അതിനായിട്ട് ഭീമയാണെങ്കിൽ ഉത്തരവിടുകയാണ്. ചിന്ന കേൺ അപേക്ഷിച്ചിട്ടും ആരും ഒന്നും തന്നെ കേട്ടില്ല. ആൾക്കാരെല്ലാം ചേർന്നിട്ട് അവനിട്ട് തല്ലുകയായിരുന്നു. അപൂർവയാണെങ്കിൽ അവനെ രക്ഷിക്കാൻ വിളിക്കുന്നുണ്ട്. പക്ഷെ ആൾക്കാരൊന്നും തന്നെ കേൾക്കുന്നുണ്ടായിരുന്നില്ല. ആ ടൈമിൽ അവന്റെ സുഹൃത്ത് അവന്റെ അടുത്തേക്ക് വന്ന് പറയുന്നുണ്ട് നിന്റെ അമ്മ മരിച്ചുപോയി എന്ന്. അത് കേട്ടതും എല്ലാവരും അടി നിർത്തി. ചിന്നയാണെങ്കിൽ ആകെ തകർന്നിരിക്കുകയായിരുന്നു. അവൻ ഓടി അമ്മയുടെ അടുത്തേക്ക് എത്തിയപ്പോഴത്തേക്കും അവരാണെങ്കിൽ മരിച്ചു കിടക്കുന്നതാണ് കാണുന്നത്. തന്റെ അമ്മയുടെ മൃതദേഹം എവിടെ എടുക്കുന്ന ആലോചിച്ചിട്ട് അവനാണെങ്കിൽ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. തന്റെ അമ്മയ്ക്ക് വേണ്ടിയിട്ട് ആ ശ്മശാനത്തിൽ ഒരു സ്ഥലം ഒളിപ്പിച്ചു കാരണം ആൾക്കാർ നാട് കടത്താൻ വേണ്ടി പറഞ്ഞിരിക്കുകയാണല്ലോ. അതുകൊണ്ട് ആ സ്ഥലത്തേക്ക് ഇനി അടക്കം ചെയ്യാൻ വേണ്ടി അവൻ അനുവദിക്കില്ല. പക്ഷേ 2 ദിവസമൊക്കെ ബോഡി കേടുകൂടാതിരിക്കാനുള്ള വിദ്യകളൊക്കെ ഓൾറെഡി അവന്റെ അമ്മ അവന് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അവൻ അങ്ങനെ ഒരു മരുന്നൊക്കെ ഉണ്ടാക്കി അമ്മയുടെ ബോഡി മുഴുവൻ തേക്കുന്നു. അവിടെ ഇപ്പോഴും ആ ഒരു ശ്മശാനത്തിന് ഇപ്പോൾ ബാക്കിയുള്ള ആ ഒരു സ്ഥലമില്ലേ അതിനു വേണ്ടിയിട്ട് ലേലം വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ലേലത്തിൽ ഏറ്റവും കൂടുതൽ തുക ആരാണോ വാങ്ങിക്കുന്നത് അയാൾക്ക് അത് സ്വന്തമാക്കാം. ആ നാട്ടിലെ ഏറ്റവും കൂടുതൽ കാശുള്ളത് ഭീമയ്ക്കും മധുബാബുനുമാണ്. ഇതിൽ രാത്രിയിലെ ലേലം ആരംഭിച്ചു. 1000-നും 10,000-നും ഒക്കെ ലേലം വിളിച്ചു തുടങ്ങി. അവസാനം അത് 4000-ലെത്തി. 4000 രൂപ ഭീമ പറഞ്ഞു കഴിയുമ്പോൾ പിന്നീട് അതിന് മേലോട്ട് മധുബാബു വിളിക്കുന്നില്ല. അയാൾ അവിടെ നിന്ന് എഴുന്നേറ്റ് പോവുകയാണ്. ഇനി ഇപ്പോൾ അത് തനിക്ക് സ്വന്തമെന്ന് വിശ്വസിച്ചിരിക്കുകയായിരുന്നു ഭീമ. എന്നാൽ അയാളുടെ ആ ഒരു വിശ്വാസം തെറ്റിച്ചുകൊണ്ട് സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർ അതിന്റെ മുകളിലോട്ട് ഓരോന്ന് വിളിക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. അവരുടെ കയ്യിൽ ഇവിടുന്ന് ഇത്രയും പണമെന്ന് ചോദിക്കുന്നു. പണമൊക്കെ ഞങ്ങളുടെ കയ്യിലുണ്ടെന്നാണ് അവർ പറയുന്നത്. അവർക്ക് കിട്ടാതിരിക്കാൻ വേണ്ടി ഭീമയ്യാണെങ്കിൽ വീണ്ടും കൂട്ടി വിളിക്കുന്നു. അങ്ങനെ വിളിച്ച് അവസാനം 1 ലക്ഷം രൂപ വരെ എത്തി. ഭീമയ്യ 1 ലക്ഷം പറഞ്ഞു കഴിയുമ്പോൾ പിന്നീട് ആരും അതിന് മേലേക്ക് വിളിക്കുന്നില്ല. അവസാനം 1 ലക്ഷം കൊടുത്തിട്ടാണ് അയാൾ ആ ഒരു സ്ഥലം വാങ്ങുന്നത്. ആ 1 ലക്ഷം ഗ്രാമസഭ കമ്മിറ്റി അംഗങ്ങൾ വാങ്ങി. പിന്നീട് കാണിക്കുന്നത് ചിന്ന അവന്റെ അമ്മയുടെ മൃതദേഹം അടക്കം ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുപോയി
കൊണ്ടുപോകുന്നതാണ്. ശ്മശാനത്തിനുള്ളിലേക്ക് അവൻ കയറുന്നുണ്ട്. എല്ലാവരും ആശ്ചര്യത്തോടെ നോക്കി നിൽക്കുകയാണ്. അവൻ ഇത് എവിടെ അടക്കം ചെയ്യാൻ വേണ്ടി പോവുകയാണെന്നുള്ള കാര്യം. കാരണം അവിടെ ആകെ ഉണ്ടായ സ്ഥലമാണെങ്കിൽ ഭീമയ്യ വാങ്ങി. ഇവിടെ ഇനി എന്തായാലും അടക്കം ചെയ്യാൻ പറ്റില്ല. പക്ഷേ അവരെല്ലാം തന്നെ ഞെട്ടിച്ചുകൊണ്ട് ആ ഒരു ശ്മശാനത്തിന്റെ അതിർത്തി കടന്ന് അതിനപ്പുറമുള്ള സ്ഥലത്തേക്ക് ഇവൻ പോകുന്നു. അങ്ങനെ അവിടെ കുടിയെടുക്കാൻ വേണ്ടി തുടങ്ങുകയാണ്. ഇപ്പോഴാണ് നമ്മളെ ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നത്. ശരിക്കും ആ ലേലത്തിന്റെ ഐഡിയ നമ്മൾ അപൂർവയുടേതായിരുന്നു. ഒരു ലേലം നടക്കുന്ന സമയത്ത് അവൾ സാധാരണക്കാരായ ആൾക്കാരെ ഈ ഒരു മതിബാബുവും ഭീമയും അറിയാതെ തന്റെ വീട്ടിലേക്ക് വിളിച്ചു. എന്നിട്ട് അവരോട് പറയുന്നുണ്ട്, ചിന്നയ്ക്ക് നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടെന്ന്. അത് നിങ്ങൾ ക്ഷമയോടെ കേൾക്കണമെന്ന് പറയുന്നു. അതിവൊക്കെ അവർ ബഹളം ഉണ്ടാക്കി. പക്ഷെ ചിന്നയാണെങ്കിൽ അവരോട് പറയുന്നുണ്ട്, പൂർവികരുടെ ലിസ്റ്റ് എടുത്ത് നോക്കുന്ന സമയത്ത് ഞാൻ ഒരുപാട് പൂർവികരുടെ ലിസ്റ്റ് എടുത്ത് നോക്കിയായിരുന്നു. അതിൽ നിന്നും എനിക്ക് മനസ്സിലായത് ഈ ഗ്രാമത്തിലേക്ക് ആദ്യം വന്ന് താമസിച്ചു തുടങ്ങിയത് 4 സഹോദരന്മാരായിരുന്നു. അവരുടെ കുടുംബം അങ്ങനെ വലുതായി വന്നതാണ് നമ്മൾ ഈ കാണുന്ന ഗ്രാമവാസികളെല്ലാം തന്നെ. അതിനർത്ഥം 4 സഹോദരങ്ങളിൽ നിന്നാണ് നമ്മുടെ എല്ലാവരുടെ പൂർവികരുണ്ടായത്. അതാണെങ്കിൽ ആർക്കും വിശ്വസിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അല്ലേ തന്നെ നമ്മളെല്ലാവരും ഒരേ ചോരയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരും വിശ്വസിക്കാൻ പോകുന്നില്ല. ആ ഭീമയും മധുബാബും നമ്മളും എല്ലാം തന്നെ ഒരു കുടുംബത്തിൽപ്പെട്ടവരാണ്. അങ്ങനെയാണ് നമ്മൾ എന്തിനാണ് ഈ ഒരു സ്ഥലത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെയാണ് നടി ഉണ്ടാക്കുന്നത്? ഇത് നമുക്ക് എല്ലാവർക്കും അവകാശപ്പെട്ടതാണ്. അതുകൊണ്ട് നാളെ നടക്കുന്ന ലേലത്തിൽ അവരാണെങ്കിൽ ഒരു ഐഡിയ പ്രയോഗിക്കാൻ വേണ്ടി തീരുമാനിക്കുന്നു. ലേലത്തിന്റെ തുക മാക്സിമം 1 ലക്ഷത്തിലേക്ക് കൊണ്ടെത്തിക്കണം. അതിന് വേണ്ടിയിട്ടാണ് സാധാരണക്കാരായ ആൾക്കാർ ഭീമയുടെ കൂടെ ലേലം വിളിച്ചത്. 1 ലക്ഷത്തിൽ എത്തിക്കഴിഞ്ഞാൽ ഭീമയ്യ ആ ഒരു സ്ഥലം 1 ലക്ഷത്തിന് വാങ്ങും. ആ 1 ലക്ഷം അപൂർവ കൊണ്ടുപോയിട്ട് കൊടുക്കുന്നത് അടുത്തുള്ള ഗ്രാമത്തിലേക്കായിരുന്നു. ശ്മശാനത്തിനോട് ചേർന്നുള്ള അടുത്തുള്ള ആ ഒരു ഗ്രാമത്തിന് സ്ഥലം വാങ്ങാനായിട്ട് അവർ തീരുമാനിക്കുകയാണ്. അന്ന് അവൾ പോയപ്പോൾ അവർ 1 ലക്ഷം രൂപയാണല്ലോ പറഞ്ഞിരുന്നത്. അവൾ ആ ഒരു സ്ഥലം 1 ലക്ഷം രൂപ കൊടുത്ത് വാങ്ങുകയാണ്. അവർക്ക് ആ 1 ലക്ഷം കിട്ടിയിട്ട് അവരുടെ ഗ്രാമത്തിലുള്ള ഗർഭിണികൾക്ക് വേണ്ടിയിട്ട് ഒരു ഹോസ്പിറ്റൽ തുടങ്ങാനായിരുന്നു അവരുടെ ആഗ്രഹം. അവരുടെ ഗ്രാമത്തിലെ ഗർഭിണികൾക്ക് വേണ്ടിയിട്ട് ഒരു ആശുപത്രി തുടങ്ങാനായിരുന്നു അവർക്ക് ആ ഒരു പൈസ. കാരണം അവിടെ ഒരുപാട് കുട്ടികൾ ജനിക്കുന്ന സമയത്ത് മരിച്ചു പോകുന്നുണ്ടായിരുന്നു. നിങ്ങൾ മരണത്തിന്റെ ആവശ്യത്തിന് വേണ്ടി തരുന്ന കാശാണെങ്കിൽ ഞങ്ങൾ ജനനത്തിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് അവർ പറയുന്നു. അങ്ങനെ കൊടുത്ത സ്ഥലമാണ് ഇപ്പോൾ ശ്മശാനത്തിനോട് ചേർന്നുള്ളത്. ആ വിശാലമായ സ്ഥലത്ത് ഒരുപാട് പേരെ അടക്കം ചെയ്യാം. അതുകൊണ്ട് അവിടെ ആദ്യം അടക്കം ചെയ്യുന്നത് നമ്മുടെ ചിന്നയുടെ അമ്മയെ തന്നെയാണ്. അവർ ആഗ്രഹിച്ച പോലെ തന്നെ ഈ ഒരു മണ്ണിൽ അവർക്ക് കല്ലറ കിട്ടി. അമ്മയെ അടക്കം ചെയ്യുന്ന സ്ഥലത്താണെങ്കിൽ അവൻ ഒരു മരവും നട്ടു. സ്ഥലം കിട്ടിയോടുകൂടി തന്നെ നമ്മുടെ ചിന്നയുടെയും അവന്റെ കൂട്ടുകാരുടെ ജോലിയും പോയില്ല. ഇവിടെ ജനങ്ങൾ നമ്മുടെ പുതിയ ഗ്രാമത്തിലും ചുറ്റും തടിച്ചു കൊടുക്കുകയാണ്. പണ്ട് അവരുടെ പൂർവികര് അങ്ങോട്ടും ഇങ്ങോട്ട് കൊടുക്കാനുള്ള കാശൊക്കെ ഞങ്ങൾക്ക് തിരിച്ചു കിട്ടണമെന്ന് പറഞ്ഞിട്ട് അവരാണെങ്കിൽ ബഹളം ഉണ്ടാക്കുകയാണ്. ഭീമയുടെ സ്വസ്ഥതയാണെങ്കിൽ കെട്ടിട്ടുണ്ടായിരുന്നു. ഒടുവിൽ ഗതികെട്ട് ഭീമ പറയുന്നുണ്ട്, 10 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന കാര്യങ്ങളല്ലേ അതെല്ലാം. അതുകൊണ്ട് തന്നെ ഞാൻ അത് റദ്ദ് ചെയ്തിരിക്കുന്നു. എല്ലാവരും എന്റെ കൂടെ ഉറക്കെ വിളിച്ചു പറയാൻ. അങ്ങനെ അവരും ഉറക്കെ വിളിച്ചു പറയുന്നു, 100 വർഷം മുമ്പ് നടന്ന കാര്യങ്ങളെല്ലാം തന്നെ റദ്ദ് ചെയ്തിരിക്കുന്നു എന്ന്. അത്രയും പറഞ്ഞ് അവരെല്ലാം തന്നെ പറയുന്നുണ്ട്, എന്നാൽ പിന്നെ ഞങ്ങളുടെ ഗ്രാമത്തലവി ഇനി അപൂർവ തന്നെ ആയിരിക്കുമെന്ന്. കാരണം നിങ്ങൾ തന്നെയല്ലേ പറഞ്ഞ് ആ വർഷങ്ങൾക്ക് മുമ്പ് നടന്ന കാര്യങ്ങളെല്ലാം തന്നെ റദ്ദ് ചെയ്തിരിക്കുന്നു എന്ന്. അങ്ങനെ ഭീമേനെ മണ്ടനാക്കിക്കൊണ്ട് അവരെല്ലാം അവിടുന്ന് പോയി. ഇവിടെ നമ്മുടെ അപൂർവയാകട്ടെ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച സന്തോഷത്തിൽ കിടന്നുറങ്ങുകയായിരുന്നു. പക്ഷേ രാത്രി ആയപ്പോഴത്തേക്കും അവളുടെ ആൾക്കാർ അവിടേക്ക് വരുന്നു. അടുത്തുള്ള ഗ്രാമത്തിലോ വന്നിട്ടുണ്ട്. അവിടെ എന്തൊക്കെയോ വലിയ പ്രശ്നങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അത് മോളെ കൊണ്ട് മാത്രമേ പരിഹരിക്കാൻ പറ്റുമെന്നാണ് അവർ പറയുന്നത്. തന്റെ പ്രശ്നങ്ങൾ ഒഴിയുന്നില്ലെന്ന് ആലോചിച്ചിട്ട് അവൾ ഇങ്ങനെ ഇരിക്കുന്നിടത്താണ് ഈ ഒരു മൂവി അവസാനിക്കുന്നത്. അപ്പോൾ കൂട്ടുകാരെ, ഈ ഒരു മൂവി എങ്ങനെ ഉണ്ടായിരുന്നു? നിങ്ങൾക്ക് ഇഷ്ടമായോ? ഇഷ്ടപ്പെട്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യാൻ മറക്കല്ലേ. കൂടാതെ ഇതുപോലുള്ള കൂടുതൽ എക്സ്പ്ലനേഷൻ വീഡിയോകൾക്കായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.